ഓക്കെ, ഹായ് ഹലോ. ഇതാണ് നമ്മുടെ വിന്നേഴ്സ് പോത്തുമുക്ക് ടീം. നമ്മളെ തിരികെയാണ്. നമ്മൾ കുറെ നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ലൂസിഫർ മാത്തൻ ഉണ്ട്. വെൽക്കം ചെയ്യാം അതെ അതെ. ലൂസിഫർ മാത്തൻ. ഹലോ 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 ഗൈസ്. അപ്പം യെസ്, എന്തുകൊണ്ട്? ഞങ്ങളുടെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും പനിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ചെകുത്താൻ ലാസർ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഉണ്ണി, അവന് അതെ പിന്നെ ഷാജി പാപ്പൻ, നമ്മുടെ ഗിൽഡ് ലീഡർ, അവർക്കെല്ലാം പനിയായി പോയി. അതെ പനിയുടെ കാര്യങ്ങളാലൊക്കെ ഭാരപ്പെടുന്നതുകൊണ്ട് നമുക്ക് അതെ വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്തായാലും തുടർച്ചയായിട്ട് ഇനിയും വീഡിയോ ഇടുന്നതായിരിക്കും. അല്ലാതെ എന്റർടൈൻമെന്റ് ആയിരിക്കും. അതെ, ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് നമുക്കൊരു CS പോകാൻ തൽക്കാലം. അതെ ഒരു അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗിൽഡിലെ മെമ്പേഴ്സിന് ഒരു ഫിക്സ്ഡ് ടൈമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ടൈം ആകുമ്പോഴായിരിക്കും കയറുന്നത്. പക്ഷെ ഞാനും ഷാജി പാപ്പനും ഇന്ന് കുറച്ച് നേരത്തെ കയറി. അതുകൊണ്ട് നമുക്കൊരു അതുകൊണ്ട് CS ഇട്ടേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ടീമിന്റെ തന്നെ നമ്മുടെ പടം ആട് 3 റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതെ 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 ആട് അതെ 2 കണ്ട. എല്ലാരും പോയി കാണണം ഗൈസ്. ഞാൻ പോയി കണ്ടു. അടിപൊളി പടം, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. റിവ്യൂ ആയിട്ടൊന്നും പറയല്ല, സ്പോയിലറോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ പടം ഗംഭീരം. വേറൊരു കാര്യം എന്നെ സൂചിപ്പിക്കേണ്ടതെന്ന് വെച്ചാല്, ആട് 1ഉം 2ഉം പോലെ അല്ല കഥ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കിടിലം പടം, പോയി എല്ലാരും കാണും. സംഭവം എനിക്ക് ഇതുവരെ ടിക്കറ്റ് പോലും കിട്ടിയില്ലടാ നാട്ടില്. എടാ പൊന്നുമോനെ, ഞാൻ ഇവിടെ കാനഡയിലായിട്ട് 2 ദിവസമായിട്ട് ഞാൻ ട്രൈ ചെയ്യുക ടിക്കറ്റിന് വേണ്ടിയിട്ട്. ബാൽക്കണി ഇത് ഇന്നലെ എനിക്ക് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ 4 മണി, വൈകുന്നേരം സന്ധ്യ 4 മണി ആ ടൈം ആയതുകൊണ്ടാണ് കിട്ടിയത്. നൈറ്റ് ഒക്കെ ആണെങ്കിൽ കിട്ടില്ല. ഇനിയിപ്പോ നോക്കണ്ട കുറെ നാളത്തേക്ക് നൈറ്റ്. അപ്പൊ എന്തായാലും ഷാജി പടം പാപ്പനായിട്ടുള്ള ഞാൻ പടം ഇതുവരെ ഗംഭീര കണ്ടില്ല. സാധനം. എന്തായാലും കാണണം. ഷാജി പാപ്പനായിട്ട് താൻ ഇവിടെ ആദ്യമേ കാണണ്ട. ഇതെന്തുവാ? അതെ, എന്തോ ചെയ്യാനാ ഇതിനിപ്പം ഞാൻ ഇപ്പൊ ജയസൂര്യ വിളിക്കേണ്ടി വരും കേട്ടോ. അതെ അതെ, മിക്കവാറും ജയസൂര്യ ഒന്ന് കോൺടാക്ട് ചെയ്യണം വരും ഗൈസ്. എല്ലാരും ഒന്ന് ജയസൂര്യ കോൺടാക്റ്റിൽ ടാഗ് ചെയ്തേര്. നമുക്ക് ഈ ഒരു വിഷു ഇവിടെ നമ്മൾക്കത് പറയേണ്ടതാണ്. കാരണം ടിക്കറ്റ് കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 2-3 ദിവസമായിട്ട് കളിക്കാതിരിക്കുന്നുണ്ട്. ഗെയിം പ്ലേ എങ്ങനെയാണ് വരത്തില്ല. എന്നാ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പറ്റുന്ന രീതിയിൽ നമുക്ക് അങ്ങോട്ട് പഠിക്കാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, റെഡി റെഡി. Free Fire India is set in a virtual world and is not based on the real world. Don't worry. Less chatter, more cheddar. ഓക്കെ, നമ്മുടെ ചൂട്ട് കണ്ട ചൂട്ട് കിടക്കട്ടെ. പാപ്പ എങ്ങനെയാ? ലെഫ്റ്റ് പോയില്ലേ? ലെഫ്റ്റ് അങ്ങോട്ട് കയറി ചെല്ലാം പോട്ടെ. നമ്മളെ എന്റെ സ്ക്രീൻ ഗാർഡ് ഉടനെ തന്നെ മാറ്റണം. ഞാനിപ്പോ അത് ഉടനെ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ പൂരിക്കും. ഷാജി പാപ്പനെ ചൊല്ലുന്നു, കൊല്ലടാവനെ. അവൻ വലിയ കൊണാണ്ടർ കളിച്ചു വന്നത്. അവിടെ പിള്ളേര് തീർത്ത് ബാക്കി. അപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത കളിയിൽ എന്തായാലും നമ്മുടെ ലൂസിഫർ മാത്തനും അറക്കിലാബും എത്തുന്നതായിരിക്കും. അറക്കിലാബും ഉണ്ടാവുന്നതായിരിക്കും. റെസ്പോൺസ് ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. എന്തായാലും ടൈം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്രൂപ്പില് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. ആള് ജോലിയൊക്കെ കഴിച്ചിട്ട് ഇനി ഉറങ്ങിയോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂട്ടം കൊണ്ടിടാ അടുത്തത്. ഞങ്ങൾ ഇതിനെ ചൂട്ടെന്നാണ് വിളിക്കുന്നത്, വേറൊന്നും വിചാരിക്കരുത്. അതെ, ഞങ്ങളുടെ രീതിയിലൊക്കെ അങ്ങനെ പലതും വിളിക്കും. അതെ, ഞങ്ങളുടെ രീതിയിൽ ഞങ്ങളുടെ ലാംഗ്വേജ് ഒക്കെ കുറെ അതിനകത്ത് കാണും. അതെ, പ്രത്യേകിച്ച് ഞങ്ങൾ എല്ലാവരും പത്തനംതിട്ട ടീമുകളാണ്. എല്ലാരും പത്തനംതിട്ടയാണ്. അപ്പൊ ഞങ്ങള് ഒറിജിനൽ രീതിയിലുള്ള സംസാരങ്ങളെ നമ്മൾ സംസാരിക്കുന്നത്. ലോങ് ആണെന്നല്ലോടാ. നീ അവിടെ ബാക്കില. ഓ, കേരടിച്ചേ. പോരട്ടെ. ഒരു മണ്ടക്കുണാപ്പയാ അടിച്ചിടോ. ഒരുത്തനെ നമ്മൾ തീർത്തേ കേട്ടോ. തീരുമാനം മാറി കവറേ. ആ സെറ്റ്. അങ്ങനെ പോട്ടെ. തീർക്ക്. ഓ, കുഴപ്പമില്ല. നമ്മളെ ഈ പറയുന്ന മറ്റേ BR റാങ്കഡ് കളിക്കുന്ന സെറ്റപ്പിൽ ഇത് കളിക്കാൻ പറ്റത്തില്ലല്ലോ. അതാണ് ഒരു വിഷയം. നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആണ്. നമ്മുടെ കയ്യിൽ അത്യാവശ്യം എക്യുപ്മെന്റ്സ് വേണം. ഒന്നെങ്കിൽ
അത് കാര്യം അത് മാത്രമല്ലടാ, നമ്മൾ ഈ പുതിയ ഈ ഒരു ഫ്രീ ഫയർ എറയുമായിട്ട് നമ്മൾ അത്ര അങ്ങോട്ട് മാച്ച് ആയിട്ടില്ല. ഈ അത് ശരി കേട്ടോ. സ്കില്ലും കാര്യം നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ പഴയത് വരുമെന്ന് തോന്നണം. ഫ്രീ ഫയർ ഉടനെ എന്തായാലും പഴയത് വരുമെന്നാ പറയുന്നത് കേട്ടോ. എടാ ആ പഴയ തറവാ, ഭയങ്കര ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ആ തറവാട് മിസ് ചെയ്യുന്ന കേട്ടോ. തറവാട് അതെ എന്താ ഫീൽ അത്. പഴയ കുറെ നേരം നാറ് കയറി വരും കേട്ടോ. ദാണ്ട് വരുന്ന എടാ ദാണ്ടാ. ഓ ഫോക്കസ് മാറി. തീർത്തേ സീനില്ല. രണ്ടാമത് തീർന്നു. കുഴപ്പമില്ല, നമ്മൾ പിള്ളേർ അടിപൊളിയാ. കുഴപ്പമില്ല. പിള്ളേരെ നല്ല വൃത്തി സപ്പോർട്ട് ചെയ്ത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വേറെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കമന്റ് രൂപത്തിൽ അറിയിക്കണം. നമ്മള് ഇനി എന്തെല്ലാം രീതിയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ 23 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 50 സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 50 സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എലിജിബിലിറ്റി. അപ്പൊ ആ പെർമിഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ലൈവിലായി കഴിഞ്ഞാൽ നമ്മൾ 4 പേരും ഉണ്ടെങ്കിൽ പൊളിക്കും സംഭവം. വേറെ രീതിയിലായിരിക്കും നമ്മുടെ വീഡിയോസും കാര്യങ്ങളും വരുന്നത്. എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിനായിട്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ. നമ്മുടെ ഒരു എന്താ പറയാ, അടുത്ത വീഡിയോസ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഥ അത് മാത്രമല്ല നമ്മൾ ഈ ഒരു എന്താ പറയാ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തോ നമ്മൾ സ്കൂളിൽ പഠിച്ച നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തോ അങ്ങനെയൊന്നും നമ്മൾ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം, അല്ലാതെ നമ്മൾ അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യൂ അങ്ങനെ ആരുടെ നമ്മള് പറയുന്നൊന്നുമില്ല. നമ്മൾ എന്താണ് എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു വീഡിയോക്കകത്തും നമ്മുടെ ലൈവിനകത്തും വന്നു കഴിഞ്ഞാൽ നമ്മളെ നല്ല വൃത്തിക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണപ്പെടാം. ഏ സൈഡാ. എടാ തീർത്തു വിട്ടേരെ. പൊങ്ങി വരുന്നുണ്ട്. തീർത്തു വിട്ടേര്. ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ഈ ഒരു വിജയം നമ്മൾ ഭയങ്കര ഒരു വിജയമായിട്ട് കാണുന്നു. ഇനി തിരിച്ചു പോകരുത്. ഇല്ല, ഉറപ്പായിട്ടും തുടക്കം മാച്ച്, അതായത് ആദ്യത്തെ മാച്ച് നമ്മൾ ഐശ്വര്യമായിട്ട് മിക്ക കളിയും ആദ്യത്തെ മാച്ച് നമ്മൾ ജയിക്കുന്നതാണ്. അതെ. വേറൊരു കാര്യമുണ്ട്, എനിക്കാണെങ്കിലേ ഗെയിം പ്ലേ അങ്ങോട്ട് സെറ്റ് ആക്കാൻ പറ്റുന്നില്ല ഒരുപാട്. കാരണം എന്റെ ഈ മൈക്ക് കുത്തിയിട്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മള് വീഡിയോ ചെയ്യുന്നുണ്ടായിട്ട് നമ്മൾ മൈക്ക് കുത്തിയാലേ നമ്മുടെ വോയിസ് നല്ല വൃത്തി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആവും. പറഞ്ഞ പോലെ തന്നെ ഗെയിം പ്ലേ കണ്ടിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ്സ് ഇടണം. കാരണം നമുക്ക് അതിൻ്റെതായിട്ടുള്ള അതെ ഇമ്പ്രൂവ് ചെയ്യാന്. ശരവണ നീ പറയുന്നത് എന്തായാലും ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, എന്നാലും ഞാൻ പറഞ്ഞ ഉദ്ദേശിപ്പിക്കുന്ന ഞാൻ കണക്ട് ചെയ്ത് വിട്ടോളാം. എനിക്കൊന്ന് ഞാൻ ഈ കൈ വെച്ചേക്കുന്ന സ്പീക്കറിന്റെ അവിടെ ആയതുകൊണ്ടായിരിക്കും. ആണോ? നമ്മള് പഴയ രീതി തീർത്തോ? എവിടെ ഇല്ലാണോ? നമുക്ക് തീരേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ഹെഡ് പോട്ടെ. ഓക്കെ, റെഡി. ബൂയ. അപ്പൊ നമ്മള് ഹീറോയ്ക്ക് ലെവല് 15. ഞാൻ ഹീറോയ്ക്ക് ലെവല് 15 ആയിട്ടുണ്ട്. ഹലോ മിസ്റ്റർ ലൂസിഫർ മാത്തൻ, താങ്കൾ എത്രാമത്തെ ലെവലാണ്? ഗ്രാൻഡ് മാസ്റ്റർ 69 ആയല്ലേ? ഇനി ഇത് കഴിഞ്ഞ എലൈറ്റ് മാസ്റ്റർ അല്ലേ? ഓ, അത് 100 ആവണം അല്ലേ? അതായത് 99 ആണ് ലിമിറ്റ് കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും ഈ ഗ്രാൻഡ് മാസ്റ്റർ കയറിയതിന്റെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. അത് വേറെ ഒന്നും കൊണ്ടല്ല,
എലൈറ്റ് ഹീറോയ്ക്കിൽ ഏകദേശം എന്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ എലൈറ്റ് ഹീറോയ്ക്കിൽ ഏകദേശം 2-3 ആഴ്ചയെങ്കിലും ഞാൻ നിന്നിട്ടുണ്ടാവും. അത് കേറാനേ പറ്റുന്നില്ല. അവസാനം പാപ്പൻ തന്നെ വരേണ്ടി വന്നു. അന്ന് അയ്യോ നീ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. നമ്മുടെ പ്ലേയേഴ്സ് എല്ലാരും നമ്മുടെ സ്കോഡിൽ നിന്ന് പോയി. എനിക്ക് എത്രയോ അങ്ങനെ 5-6 സ്റ്റാറും കൂടെ വേണമായിരുന്നു. അതായത് ഈ എലൈറ്റ് ഹീറോയ്ക്കിലും ഗ്രാൻഡ് മാസ്റ്ററിലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ഈ ആദ്യത്തെ ഇപ്പൊ 24 അങ്ങാണ്ടാണ് ഈ എലൈറ്റ് ഹീറോയ്ക്ക് ആവാൻ. അതായത് 20 വരെ സ്മൂത്ത് ആയിട്ട് കയറും ഈ എലൈറ്റ് ഹീറോയ്ക്കൊക്കെ. 20 കഴിഞ്ഞിട്ട് ബാഡ്ജിങ് 24 വരെ നല്ല പാടാ. അതേപോലെ തന്നെയാണ് ഗ്രാൻഡ് മാസ്റ്ററിൽ കയറുമ്പോഴും. സോ 20 വരെ ഞങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ഭയങ്കര പാടായിരുന്നു കേറാൻ. അങ്ങനെ അന്ന് ആൽബിനും ഞാനും, അതായത് പാപ്പനും ഞാനും കൂടി ഒരുമിച്ചിരുന്ന് കളിച്ചാണ് ഹീറോ എന്നെ ഗ്രാൻഡ് മാസ്റ്റർ കയറ്റിയത്. അയ്യോ അന്നൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മളങ്ങ് ഇരുന്നതാ. അയ്യോ അത് പാതിരാത്രി വിഷയമായിരുന്നു. ആയപ്പോഴത്തേക്ക് പാതിരാത്രി അങ്ങ് ഭ്രാന്തായി. ഇനിയിപ്പോ എങ്ങനെങ്കിലും ഈ സാമാനം ഒന്ന് കേട്ടിട്ടേ ഉറങ്ങുന്നുള്ളതായി. അതെ ഞാൻ അതെ. അന്ന് വെളുപ്പിനെ 3 മണി 4 മണി വരെ എന്തിരുന്ന് കളിച്ചിട്ട് ആ സാധനം അത്രയാക്കി. വെളുപ്പിനെ വരുന്നത് കാരണം ടൈം ഡിഫറൻസും വേറെ അല്ലേ. അത് ഇപ്പൊ ഞാനിപ്പം ഇവിടെ കാനഡയിൽ അവിടെ രാവിലെ ആണെങ്കിൽ രാത്രി അവിടെ നാട്ടിൽ രാത്രി ആയിരിക്കും. അതെ അതെ അങ്ങനെ ടൈം ഡിഫറൻസ് ഒക്കെ മാറ്റി വെച്ച് നമ്മൾ പുഷ് ചെയ്താണ് ഇപ്പൊ ഹീറോയ്ക്ക് ഗ്രാൻഡ് മാസ്റ്റർ കയറിയത്. അതെ അതെ. അപ്പൊ എന്തായാലും എന്തായാലും തുടർച്ചയായിട്ട് അതേപോലെ നിങ്ങളുടെ തന്നെ സപ്പോർട്ടും നിങ്ങളുടെ വ്യൂസും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും എന്താ പറയാ മുമ്പോട്ട് പോകുന്നതായിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ചെകുത്താൻ ലാസറിന്റെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹീറോയ്ക്ക് ലെവല് ഒരുപാട് എലൈറ്റ് ഹീറോയ്ക്ക് എലൈറ്റ് ഹീറോയ്ക്ക് അല്ലേ. ഓക്കെ, എലൈറ്റ് ഹീറോയ്ക്ക് ഇവരെല്ലാവരും നമ്മൾ ഗെയിം പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. പല ടൈമിലാണ് പല ആൾക്കാർ നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ അറക്കിലാബു അബുദാബിയിലാണ്. അപ്പോ അതെ അറക്കിലാബുവിന്റെ ടൈമും വ്യത്യാസമുണ്ട്. 2 മണിക്കൂർ ബാക്കിലോട്ടാണ്. അപ്പൊ എല്ലാവരുടെയും ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അതെ ഭയങ്കര എഫേർട്ട് ഇട്ടാണ് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും എനിക്കറിയാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ തന്നെ വന്നിരിക്കുന്നത് ഒരുപാട് പേരും നമ്മുടെ ഈ വീഡിയോസും ഗെയിം പ്ലേ ഒക്കെ കണ്ടിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചായിരുന്നോ അറിയത്തില്ല. അതെ അതെ. അതായത് അയ്യോ ഉണ്ട്. അതായത് അതാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര ആക്ച്വലി ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു കേട്ടോ ആ 2 കമന്റ് കണ്ടിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ പ്ലേ വാച്ച് ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് ഓർക്കുമ്പോഴേ അതെ നമ്മൾ ആർക്കും ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ സാധാ റാൻഡം ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ ഗെയിം പ്ലേ എടുത്തിരുന്നു. നമ്മുടേതായിട്ടുള്ള രീതിയിൽ സംസാരിച്ച് അത് അതെ ഇഷ്ടപ്പെട്ട ആൾക്കാർ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. അതെ അതെ. അപ്പൊ എനിവേ നമ്മളെന്തായാലും ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നമ്മുടെ അടുത്ത ടീമായിട്ടുള്ള അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഞാൻ സംസാരിച്ചില്ല എങ്കിൽ പോലും ഇപ്പോഴും എനിക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ട്. അതെ എങ്കിൽ പോലും അതായത് ചുമക്കുകയാണ്. അതായത് അവൻ ആക്ച്വലി ഇപ്പൊ 6 മിനിറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 4 മിനിറ്റും ചുമയായിരിക്കും. ചുമയാണ് ഇതെല്ലാം കണ്ടിന്യൂസ്. അതുകൊണ്ട് അതെ അതെ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എല്ലാരും ക്ഷമിക്കേണ്ടതാണ്. അവനൊന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. അതെ ഒന്ന് സെറ്റായി വരുന്നുള്ളൂ. കേരളത്തിൽ ഇപ്പോൾ അതുവരെ ഒരുപാട് എല്ലാവർക്കും പനിയാ. അതെ എല്ലാവർക്കും പനിയും കാര്യങ്ങളുമായിട്ടൊക്കെ എന്റെ വീട്ടിലും വിഷയൊക്കെയാന്ന് കേൾക്കുന്നു. പനിയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും. അതെ അപ്പൊ അതെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഓക്കെ അതൊന്നും നമുക്ക് കാര്യമാക്കാതെ നമ്മള് മുമ്പോട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും 100%. അതിനായിട്ടുള്ള നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾ ചോദിക്കുന്നു. പിന്നെന്താ പിന്നെ ഇനി എന്തൊക്കെ അടുത്ത മാറ്റങ്ങൾ വീഡിയോ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റിൽ പറയണം. ഒരിക്കൽ കൂടെ പറയണം. ഉറപ്പായിട്ടും അപ്പോ എല്ലാ കമന്റ്സിനും റിപ്ലൈ ഉറപ്പായിട്ടും കാണും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷം. നമ്മളെന്തായാലും മൈൻഡ് അപ്പ് ചെയ്യണേ. അടുത്ത നമ്മുടെ ഗ്യാങ് വീഡിയോസ്, അതായത് സ്ക്വാഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്നതായിരിക്കും. ഓക്കെ, ഉറപ്പായിട്ടും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ അതുവരേക്കും ചെയ്യുക. ഗുഡ് ബൈ. ബൈ ബൈ. ഓക്കെ.